സിംഗപ്പൂരിലെ വളരെ പുരാതനമായ ഒരു കൃഷ്ണൻ ടെമ്പിൾ, ശ്രീകൃഷ്ണൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണിത്. വാട്ടർലൂ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. വാട്ടർലൂ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ശ്രീകൃഷ്ണൻ ടെമ്പിളും തൊട്ട് അടുത്തായിട്ട് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളുമുണ്ട്. ഈ കാണുന്നതൊക്കെ ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്ക് പൂക്കൾ, അവിടെ അധികവും താമരപ്പൂവൊക്കെയാണ് നിവേദിക്കുന്നത്, തിരിയും. അപ്പോൾ അതിൻ്റെ കടകളാണ് അധികവും. ഈ രണ്ട് ടെമ്പിളിലും വളരെ സൗഹാർദ്ദത്തോടെ ആണ് ആളുകൾ കാണുന്നത്. കാര്യം ഈ ബുദ്ധൻ കോവിലിൽ വരുന്നവർ ശ്രീകൃഷ്ണനെയും പോയി തൊഴും. ശ്രീകൃഷ്ണനെ തൊഴുതിട്ട് കുറേ വിശ്വാസികളൊക്കെ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ കയറും. ബുദ്ധിസ്റ്റ് ടെമ്പിളും വളരെ ചിട്ടയോടെ നടത്തുന്ന ഒരു ടെമ്പിളാണ്. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകവും കൂടിയാണ്. ഒരു ബുദ്ധിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു ചെറിയ ഒരു രീതികളൊക്കെയാണ്. ശ്രീകൃഷ്ണൻ ടെമ്പിളിൽ എത്തി ഞാൻ. വെളിയിലത്തെ ദൃശ്യമാണിത്. എൻ്റെ ഇവിടെ ചൈനീസൊക്കെ ഇവിടെയും സ്റ്റാളുകളൊക്കെ വെച്ചിട്ടുണ്ട്. കോവിലിന് മുൻവശത്തെത്തി. ഇവിടെ കാല് കഴുകാനൊരു പൈപ്പുണ്ട്. അവിടെ നിന്ന് കാലൊക്കെ കഴുകി അകത്ത് കയറണം. ഉള്ളിൽ നല്ല തണുപ്പും വല്ലാത്ത ശാന്തിയുമാണ്. ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും ഒക്കെ ഉണ്ട്. കൃഷ്ണനെ സ്നേഹിക്കുന്നവർക്ക് കണ്ണിനും ഹൃദയത്തിനും മനസ്സിനും ഒക്കെ ഉത്സവം തോന്നുന്ന പല ശില്പങ്ങളും പൂജകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വിഷ്ണു സഹസ്രനാമ പൂജയാണത്. അത് മുഴുവൻ അവിടെ ഇരുന്ന് കേട്ട് ഒരർച്ചനകളുണ്ട്. വിഷ്ണു സഹസ്രനാമം തൊഴുതിന് ശേഷം അമ്പലത്തിൻ്റെ നാലുവശവും നടക്കും. അവിടെ ഒരുപാട് നല്ല നല്ല ശില്പങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണ മഹാഭാരതത്തിൻ്റെ ഓരോ
കൃഷ്ണൻ്റെ പല അവതാരങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളുണ്ട്. നരസിംഹം ഇത് വിജയനും ശ്രീകൃഷ്ണനും എല്ലായിടത്തും ഇതുപോലെ വിജയനും ഓരോ വിഗ്രഹങ്ങളുണ്ട്. ഓരോ ചിലതൊന്നും എനിക്ക് മനസ്സിലാവില്ല. കുറേ ദിവസം പോകുമ്പോൾ അറിയാം. പിന്നെ കൃഷ്ണൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ നരസിംഹം അല്ലേ? ഇത് കൃഷ്ണന് വഴിയാതെ നൃത്തം ചെയ്യുന്നു. രണ്ടാമത്തെ നൃത്തമാണ് ഈ കൃഷ്ണനും രാധയും ഒന്നല്ലാതെ അല്ലെങ്കിൽ കൃഷ്ണനും തത്വഭാമയും ഇതിനെയും എന്താ വലിയ ആഹ്ലാദമാണ്. കൃഷ്ണനോട് ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. ഇത് ഇവിടെയുണ്ട് ദേവിയുണ്ട്. പണ്ട് മുതലേയുള്ള അമ്പലമാണ്. വലിയച്ഛൻ്റെയൊക്കെ കാലത്ത് ഒരു 10-50 വർഷം, 50 100 വർഷം മുമ്പേ ഈ അമ്പലം ഇവിടെ ഉണ്ട്. ശ്രീകൃഷ്ണന് പല ലീലകളാണ് ഹനുമാനെ പോലെ ഇരുന്നത്. ഇവിടെ അനന്തശയനമാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി വന്ന് പിന്നെ നല്ല വിഷ്ണു സ്തോത്രം ചൊല്ലി. അതൊരു അതിശയമാണ്. തീരെ കൊച്ചു കുട്ടിയാണ്. ആ കുട്ടി ചൊല്ലുകയാണ് ശാന്തായ ഇതിലെ സേനം വെക്കുന്നത് ശ്രീശാണ് സാധാരണ സംഭാരം കൃഷ്ണനും തോന്നും സഖ്യമാരും ചുറ്റുവട്ടുമ്പോഴത്തേക്ക് മുകളിലൊക്കെ ഉണ്ടാകുന്ന വീഡിയോയിൽ കിട്ടില്ല. അതൊക്കെ ഇനി വലിയ വിദഗ്ധരായിട്ടുള്ള റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ. കൊടി ഉണ്ടായിരുന്നു. അമ്പലം റെക്കോർഡ് ചെയ്ത് വയ്ക്കണമെന്ന്. ദൈവങ്ങളെയൊക്കെ എടുക്കാൻ ഭയമാണ്. ഇത് വെളിയിലത്തെ വിഗ്രഹങ്ങളാണ്. ഉള്ളിലോട്ടൊന്നും എടുത്തില്ല. മുകളിലാണ് ഇതൊക്കെ. ഏറെ നേരം നോക്കി നിൽക്കാൻ കൗതുകകരമായ കഥകളൊക്കെ ഉണ്ട്. അമ്പലം അധികം സ്ഥലമൊന്നുമില്ല. ചൈന ടൗൺ ഏരിയയുടെ അടുത്ത് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ഉണ്ട്. എന്നാലും അവിടെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ശില്പങ്ങളൊക്കെ. എൻ്റെ വലിയച്ഛൻ്റെയൊക്കെ കല്യാണം ഇവിടെ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ കുറച്ചുകൂടി പുരാതന രീതിയിലുള്ള ഒരമ്പലമായിരുന്നു. വരാൻ ഒരുപാട് താമസിച്ചു. കുറേ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ഇത് കൗണ്ടർ. അവിടെ രസീത് അർച്ചനയ്ക്ക് കൊടുക്കാം. ഇവിടെ പ്രസാദമുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കാം. ഇത് വൈകിട്ടേക്കുള്ള തിരി വയ്ക്കുകയാണ്. ഇന്ന് വിഷ്ണു ഏകാദശി ഗുരുവായൂർ ഏകാദശി. അപ്പോൾ അതിൻ്റെ അരികത്തിരുന്നു. അപ്പോൾ ഞാനവിടെ നിന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നത് കുറേ പ്രാവുകൾ അടുത്ത് വന്ന് അവരും കൂടെ ഉണ്ട് എൻ്റെ കഥയിൽ. അപ്പോൾ ഇറങ്ങി വെളിയിലിറങ്ങി ഇത് വീണ്ടും ആ ചൈനീസ് സ്റ്റാളുകളുടെ അടുത്തുകൂടെ തിരിച്ചു പോന്നു. തനിച്ച് കൂട്ടുകാരോടൊത്ത് പോകുന്നത് സന്തോഷമാണ്. പക്ഷെ തനിച്ച് പോകുമ്പോൾ വേറൊരു ഫീലിംഗാണ്. ദൈവവും നമ്മൾ മാത്രമായിട്ടുള്ള കുറേ സമയങ്ങൾ പോകുമ്പോൾ മുതൽ കൃഷ്ണൻ്റെ രൂപമായിരിക്കില്ല മനസ്സിൽ.
തിരിച്ച് വീട്ടിലെത്തും വരെ കൃഷ്ണനോടൊപ്പം തന്നെ ഇരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തനിച്ചാണെന്നുള്ള തോന്നലൊന്നും വരികയില്ല അമ്പലത്തിലേക്ക് പോകുമ്പോൾ. നല്ല നിറങ്ങളാണ് വളരെ ഭംഗിയുള്ള കോമ്പിനേഷൻ നിറങ്ങൾ. അതും പൂക്കളൊക്കെ നേരിൽ കാണുമ്പോൾ സന്ധ്യാസമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര ഭംഗിയായിരിക്കും. താമരപ്പൂക്കളാണ് അധികം. താമരപ്പൂക്കൾ ഈ ബുദ്ധഭഗവാന് കൊടുക്കാൻ നിവേദിക്കാനായിട്ട് ഇവിടെ ഈ സ്റ്റാളുകളാണ് ഇവിടെ അധികം. പിന്നെ ചന്ദനത്തിരി, വലിയ ചന്ദനത്തിരികൾ, പൂക്കൾ ഒക്കെ കൊണ്ട് ഇങ്ങനെ കുറേ സ്റ്റാളുകൾ ഇരുവശത്തുണ്ട്. അതൊക്കെ കണ്ട് തിരിച്ചു പോന്നു. നന്ദി, നമസ്കാരം.